പുനർജനി യോഗ ലൈഫ് ജേണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. അല്പനേരം ശാന്തമായി സ്വസ്ഥമായിട്ട് മാറ്റിലിരിക്കുക. പതിവ് പോലെ ഞാൻ പറഞ്ഞതുപോലെ സ്വസ്ഥമായിട്ടിരിക്കുക. ശ്വാസനിശ്വാസങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ മനസ്സിൽ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കാം. ലോകത്തിലുള്ള സകല ചരാചരങ്ങൾക്ക് ശാന്തിയും സമാധാനത്തിനും വേണ്ടിയും പ്രാർത്ഥിക്കാം. നമുക്ക് ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി. ഈ എപ്പിസോഡിൽ 2 ആസനയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഭുജംഗാസന, ദെൻ ധനുരാസന. ആസനയിലേക്ക് പോകുന്നു. ആദ്യം ഭുജംഗാസനയിലേക്ക്. ആദ്യം കമിഴ്ന്ന് കിടക്കുക. ചിൻ ഫ്ലോറിൽ വയ്ക്കുക. കൈ ഷോൾഡേഴ്സിന്റെ തൊട്ട് താഴെ, വിരലുകൾ വിടർത്തി വെക്കുക. എൽബോ വിടർന്നിരിക്കാതെ നമ്മളുടെ ശരീരത്തോട് ചേർന്നിരിക്കാൻ പരമാവധി ശ്രമിക്കുക. എന്നിട്ട് ബ്രീതിങ് ചെയ്തുകൊണ്ട് പതുക്കെ ഉയർന്നു വരിക. ബ്രീത് ഇൻ, ബ്രീത് ഔട്ട് ചെയ്ത് പൊസിഷനിൽ നിൽക്കുന്നു. നോർമൽ ബ്രത്ത് ചെയ്യുന്നു. നമ്മുടെ 2 എൽബോ കണ്ടോ ബെൻഡ് ചെയ്തിരിക്കുന്നു. നോർമൽ ബ്രത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്ലോറിൽ നിന്ന് അപ്പർ ബോഡി ഒത്തിരി ഉയരാൻ പാടില്ല. നിൽക്കുക. നോർമൽ ബ്രത്ത്. 1 2 3 4 5 6 7 8 9 10. Then slowly down. അടുത്ത ആസന ധനുരാസന. ധനുരാസനയിലേക്ക് നമ്മളിങ്ങനെ കമിഴ്ന്ന് കിടന്നു. കാല് ചെറുതായിട്ട് വൈഡാക്കി, കാലൊന്ന് മടക്കി ആംഗിളിൽ പിടിച്ചു. അടുത്ത കാല് മടക്കി ആംഗിളിൽ പിടിച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് ചെയ്യാതിരിക്കുക. സാവധാനം ശ്രദ്ധാപൂർവം ശ്വാസം എടുത്തുകൊണ്ട് പൊസിഷനിലേക്ക് നമ്മൾ ഉയരാൻ പോവുകയാണ്. സാവധാനം സാവധാനം കാലുകൾ ഫ്ലോറിൽ വെച്ചതിന് ശേഷം പതുക്കെ കൈകൾ മാറ്റി കാലുകൾ പൂർവസ്ഥിതിയിലേക്ക് വെക്കുക. അല്പനേരം റെസ്റ്റ് എടുക്കാം. ഈ കഴിഞ്ഞ 3 എപ്പിസോഡ് PCOD കുറിച്ച് നമ്മൾ പറഞ്ഞു പോയി.
അതിലൂടെ ചെയ്തിട്ടുള്ള ആസനാസ് നിങ്ങൾ കൃത്യമായി ചെയ്യുമെന്ന് ഞാൻ കരുതട്ടെ. മറ്റൊരു എപ്പിസോഡിൽ വേറൊരു സബ്ജക്റ്റുമായി ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും. താങ്ക് യു.